വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. മീ മെൻസൽ സർഫിൾ. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കുന്നത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് തന്നെയാണ് സീക്വൻസ് ഡയഗ്രാം. ജസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ എന്താണ് സീക്വൻസ് ഡയഗ്രാം, അതുപോലെ തന്നെ ഏതൊക്കെ കൺസെപ്റ്റുകളുണ്ട്, ടേംസ്, വാട്ട് ആർ ദ ടേംസ് ദാറ്റ് ഈസ് ബീങ് ഇൻക്ലൂഡ് ഇൻ സീക്വൻസ് ഡയഗ്രാം, അതുപോലെ തന്നെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എന്താണ് സീക്വൻസ് ഡയഗ്രാം എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടതാണ് UML ഡയഗ്രത്തിൻ്റെ അകത്ത് നമുക്ക് വരുന്ന സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്ന ഒരു ഇൻ്ററാക്ഷൻ ഡയഗ്രമാണ്. സ്റ്റാറ്റിക് ഡയഗ്രാം ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ്ററാക്ഷൻ ഡയഗ്രമാണ്. അത് എന്തിനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കുറേ സെറ്റ് ഓഫ് ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റുകളും അതുപോലെ തന്നെ കുറച്ച് മെസ്സേജസിനെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി UMLനകത്ത്, അതായത് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡൈനാമിക് ഡയഗ്രമാണ് നമ്മുടെ സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കമ്പോണൻറ്റുകളാണ് മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റുകൾക്ക് തമ്മിലുള്ള മെസ്സേജുകളും. ആ മെസ്സേജ് എന്ന് പറയുമ്പോൾ ഏത് മെസ്സേജ് ക്യാൻ ബി സെൻഡ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന എൻറ്റിറ്റീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്താണ്? ഡൈനാമിക് വ്യൂയിങ് ഓഫ് ദ സിസ്റ്റം. ഇത് ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന സീക്വൻസ് ഡയഗ്രാം എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡൈനാമിക് വ്യൂ ഓഫ് ദ സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഐസോമോർഫിക് ഡയഗ്രാം എന്ന് നമുക്ക് സീക്വൻസ് ഡയഗ്രത്തിനെ വിളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ടൈം ഓർഡറിംഗ് ഓഫ് മെസ്സേജുകൾ, അതായത് രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന മെസ്സേജുകൾ, എന്തൊക്കെ മെസ്സേജസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇവയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് UMLനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡൈനാമിക് ഡയഗ്രമാണ് നമ്മുടെ സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന കുറച്ച് ടേമുകളെ പറ്റിയാണ്. ആദ്യമേ തന്നെ നമുക്ക് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ സീക്വൻസ് ഡയഗ്രാം നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? കുറേ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റുകളെ പ്ലേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സീക്വൻസ് ഡയഗ്രാംസ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ആ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റുകളായിരിക്കും നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻറ്ററാക്ട് ചെയ്യുന്ന കുറേ എൻറ്റിറ്റീസിനെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നു. അതാണ് നമ്മുടെ ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമ്മളൊരു റെക്റ്റാങ്കിളിനകത്ത് അതിൻ്റെ പേര്, ഒബ്ജക്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പേര് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് റെക്റ്റാങ്കിൾ സോളിഡ് ബ്ലോക്കിൽ റൗണ്ട് ചെയ്തിട്ടായിരിക്കും നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേ ഒബ്ജക്റ്റിൻ്റെ പേരിൻ്റെ താഴെ നമുക്ക് വേണമെങ്കിൽ അണ്ടർലൈനോട് ചെയ്യാം. ആ രീതിയിലാണ് നമ്മുടെ ഒബ്ജക്റ്റുകളെ നമ്മുടെ സീക്വൻസ് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ഒരു എൻറ്റിറ്റിയാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ലൈഫ് ലൈൻ എന്ന് പറയുമ്പം ജസ്റ്റ് എന്തായിരുന്നു? ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ എക്സിസ്റ്റൻസ്, എത്രത്തോളം സമയം ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റി ആ ഒരു സിസ്റ്റത്തിൽ എത്ര ടൈമിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റോൾ എത്രത്തോളം ടൈമാണ്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഒരു വെർട്ടിക്കലായിട്ടൊരു ഡാഷ് ലൈൻ വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒബ്ജക്റ്റുകൾ നമ്മൾ ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൻ്റെ അകത്ത് എത്രത്തോളം സമയങ്ങളാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതേ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ റോൾ എത്രത്തോളം സമയമുണ്ട്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് ലൈൻ കണ്ടോ? ഈ ഒരു ഡാഷ് ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എസ് ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെ പാർട്ടിസിപ്പൻറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെക്റ്റാങ്കിളിൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ടു. അതിനുശേഷം ആ ഒരു ലൈഫ് ലൈൻ, ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എത്രത്തോളം സമയമുണ്ട് എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലൈഫ് ലൈൻ വെച്ച് ഡാഷ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്തു. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്നതാണ് ആക്ടിവേഷൻ ബാർ എന്ന് പറയുന്ന ഒരു ടേം. ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്കൊരു ഫോക്കസ് ഓഫ് കൺട്രോൾ എന്നും നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ആക്ടിവേഷൻ ബാറിനെ. അതായത് എത്രത്തോളം ഏതൊരു ടൈമിലാണ് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആക്ഷൻ പെർഫോം ചെയ്യുന്നത്, ഏത് സമയത്താണ്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്ടിവേഷൻ ബാർ എന്ന് പറയുന്നത്. അതായത് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലായിരിക്കും ആ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആക്ടിവേഷൻ ബാർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുന്നു, അതിനുശേഷം അതിന് നമ്മളൊരു സ്റ്റാർട്ട് ബട്ടണോടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പിൽ തന്നെ ഒരു ടോൾ തിൻ റെക്റ്റാങ്കിൾ ആയിരിക്കും നമ്മളിവിടെ ഈ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ടിവേഷൻ ബാറിനെ. ഈ ആയിട്ട് ആക്ടിവേഷൻ ബാറിനകത്ത് ഇങ്ങനെ നമ്മളൊരു ടോൾ തിൻ റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇതിൻ്റെ മേളിൽ നമ്മൾ എന്താണ് ഒരു സ്റ്റാർട്ട് സിമ്പൽ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡാഷ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ആക്ടിവേഷൻ ബാർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? നമ്മൾ താഴെ തന്നെ ഈ ഒരു റെക്റ്റാങ്കിൾ താഴെ തന്നെ നമ്മളൊന്ന് ബോൾഡ് ചെയ്ത് കളയും. അതായത് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇതിനകത്ത് ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഇത്രയും സമയമായിരിക്കും. അതിനുശേഷം ഈ ഒരു എൻഡ് ടൈം ആയപ്പോൾ എന്താ എൻഡ് ചെയ്തു. അതാണ് ഈ ഒരു തിക്ക് ലൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആക്ടിവേഷൻ ബാർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നാലാമതായിട്ട് വരുന്ന ടേമാണ് നമ്മുടെ കൺസെപ്റ്റാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എസ് ഐക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെസ്സേജസ് ദാറ്റ് ഈസ് ബീങ് യൂസ്ഡ് ഇൻ സീക്വൻസ് ഡയഗ്രാം? ഇതൊരു 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. മെയിനായിട്ട് നമുക്ക് 6 മെസ്സേജസ് ആണുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സീക്വൻസ് ഡയഗ്രത്തിൻ്റെ കേസിൽ വി ഹാവ് മെയിൻലി 6 ടൈപ്സ് ഓഫ് മെസ്സേജസ് ആർ ദെയർ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡൈനാമിക് വ്യൂ ഓഫ് ദ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ഒബ്ജക്റ്റുകളായിരിക്കും. ആ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ മെസ്സേജസിനെ ആയിരിക്കും നമ്മുടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മെസ്സേജ് എന്ന് പറയുമ്പം അത് 6 രീതിയിലുള്ള മെസ്സേജസ് നമുക്കുണ്ട് മെയിനായിട്ടുള്ളത്. അതിനകത്ത് മെയിനായിട്ട് അത് ആരോ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജിനെ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു
ഡയറക്റ്റ് ആരോ വെച്ചിട്ടായിരിക്കും ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ. അതായത് മെസ്സേജ് എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ഇതിന് ഇന്ററാക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള രീതിയിൽ നമുക്ക് ആരോ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും, മെസ്സേജിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇനി ഓരോ മെസ്സേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു പിക്ചറിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓരോന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് സിങ്ക്രോണസ് മെസ്സേജിനെ എങ്ങനെയാണെന്ന് നോക്കാം. സിങ്ക്രോണസ് മെസ്സേജ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള എന്തൊക്കെയാണ് സെൻഡറും ഉണ്ട് റിസീവറും ഉണ്ട്. രണ്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഒരു പ്രോസസ്സിൽ നിന്ന് മെസ്സേജ് അയക്കണം, അതായിരിക്കും ലെറ്റ് ഇറ്റ് ബി സെൻഡർ. അതിന് അനദർ പ്രോസസ് ലെറ്റ് ഇറ്റ് ബി P2 എന്ന് പറയുന്ന പ്രോസസ് ആയിരിക്കും റിസീവ് ചെയ്യുന്നത്. സിങ്ക്രോണസ് മെസ്സേജ് എന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ സെൻഡർ മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, അതായത് സെൻഡറിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കും അണ്ടിൽ ദ റിസീവർ ഹാസ് ഫിനിഷ് പ്രോസസ്സിങ്. അതായത് ഒരു പർട്ടിക്കുലർ മെസ്സേജ് റിസീവറിന് റിസീവ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യുന്നത് വരെ സെൻഡറിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കും. ഒരു ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് വേണം നമുക്ക് വിളിക്കാം സിങ്ക്രോണസ് മെസ്സേജിന്റെ കേസിൽ. അതായത് കോളർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, റിസീവർ ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് നമ്മൾ ഇപ്പോൾ ഒരു ഹൈ എന്ന് അയച്ചു, ആ ഒരു ഹൈ എന്ന് പറയുന്ന മെസ്സേജിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സെൻഡറിന് അടുത്ത മെസ്സേജ് അയക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് സിങ്ക്രോണസ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സോളിഡ് ലൈൻ വിത്ത് ഫുൾ ആരോ വെച്ചിട്ടായിരിക്കും. അതായത് ഒരു സോളിഡ് ലൈൻ വിത്ത് ഫുൾ ആരോ ആയിരിക്കും നമ്മൾ സിങ്ക്രോണസ് മെസ്സേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഓൺലി വൺസ് എ മെസ്സേജ് ഇസ് ബീങ് പ്രോസസ് ബൈ ദ റിസീവർ സെൻഡറിന് പിന്നെ ഒരു മെസ്സേജ് അയക്കാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു മെസ്സേജ് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം റിസീവർ. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ഒരു മെസ്സേജാണ് അസിങ്ക്രോണസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കേസിൽ സെൻഡർ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല, എത്ര സമയം വേണമെങ്കിലും മെസ്സേജ് അയക്കൂ, അതിന് ശേഷം ആ ഒരു മെസ്സേജ് അവിടെ റിസീവ് ചെയ്യൂ, അല്ല അതിന്റെ പ്രോസസ്സിംഗ് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അടുത്ത മെസ്സേജ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അയക്കാൻ സാധിക്കും. അതാണ് സിങ്ക്രോണസ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഒരു ഹാഫ് ആരോ ആയിരിക്കും, സോളിഡ് ലൈൻ വെച്ചിട്ട് ഒരു ഹാഫ് ആരോ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഫുൾ ആരോ ആണെങ്കിൽ നമുക്ക് സിങ്ക്രോണസ് വരും, ഹാഫ് ആരോ ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു അസിങ്ക്രോണസ് മെസ്സേജിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്നതാണ് റിഫ്ലെക്സീവ് മെസ്സേജ്. റിഫ്ലെക്സീവ് മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ അതായത് ഒരു സെൽഫ് ലൂപ്പ് എന്ന് വേണം നമുക്ക് റിഫ്ലെക്സീവ് മെസ്സേജ് നമുക്ക് വിളിക്കാൻ സാധിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആ ഒരു മെസ്സേജ് അതിനുവേണ്ടി തന്നെ ആ ഒരു ഒബ്ജക്റ്റിലേക്ക് തന്നെയാണ്, ആ ഒരു ക്ലാസ്സിലേക്ക് തന്നെയാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ നമുക്ക് റിഫ്ലെക്സീവ് മെസ്സേജ് എന്ന് പറയാം. സെൽഫ് ലൂപ്പ് അല്ലെങ്കിൽ റിഫ്ലെക്സീവ് മെസ്സേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ രീതിയിലായിരിക്കും, ഈ ഒരു രീതിയിൽ. അതായത് ഈ ആരോ നമ്മൾ സോളിഡ് ലൈൻ ആയിരിക്കും, റിഫ്ലെക്സീവ് മെസ്സേജിനെ നമ്മൾ ഈ രീതിയിൽ തന്നെ റെപ്രസെന്റ് ചെയ്യും. നാലാമതായിട്ട് വരുന്ന മെസ്സേജാണ് റിട്ടേൺ മെസ്സേജ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ആക്ടിവേഷൻ ബാർ എന്ന് പറയുന്നതാണ് ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അത് എപ്പോൾ എൻഡ് ചെയ്തു, അതാണ് ആക്ടിവേഷൻ ബാർ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ റിട്ടേൺ മെസ്സേജിന്റെ അത് വരുന്നതെന്ന് പറഞ്ഞു ഒരു ഡാഷ് ലൈൻ ഫ്രം സെൻഡർ, ഒരു ഡാഷ് ലൈൻ മാത്രമേ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു രീതിയിൽ ഒരു ഡാഷ് ലൈൻ ആയിരിക്കും നമ്മൾ റിട്ടേൺ മെസ്സേജിന് അത് യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ആക്ടിവേഷൻ ബാറിലാണ് നമ്മൾ ഈ റിട്ടേൺ മെസ്സേജസ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു മെസ്സേജാണ് ക്രിയേറ്റീവ് മെസ്സേജ് എന്നുള്ളത്. ക്രിയേറ്റീവ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെസ്സേജാണ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ്. അത് നോർമൽ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു റെപ്രസെന്റേഷൻ സെയിം തന്നെയാണ്, പക്ഷെ മേളിൽ നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഒരു ടേമോട് നമ്മൾ ആഡ് ചെയ്ത് വെക്കും. അതായത് ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാനാണ്, ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെസ്സേജാണ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആയിരിക്കും. അത് ഒരു ആരോയ്ക്കകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടു. ക്രിയേറ്റീവ് മെസ്സേജിന് നമ്മൾ ഈ റെപ്രസെന്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഫൈനലി വരുന്ന ഒരു മെസ്സേജാണ് ഡെസ്ട്രോയ് മെസ്സേജ് എന്നുള്ളത്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡെസ്ട്രോയ് ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡെസ്ട്രോയ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സിമിലർ ആയിട്ട് പോലെ മറ്റേ രീതിയിൽ തന്നെ നമ്മൾ മെസ്സേജ് ഈ രീതിയിൽ എഴുതുന്നു. അതിന് മേളിൽ നമ്മുടെ കീവേഡ് ഡെസ്ട്രോയ് എന്നുള്ള കീവേഡോട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 6 മെസ്സേജസ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ടേം ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ററാക്ഷൻ ടേക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈം സീരീസിലായിരിക്കും. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈം യൂസ് ചെയ്യുന്നത്. ടൈം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ സീക്വൻസ് ഡയഗ്രത്തിന്റെ കേസിൽ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇപ്പോൾ ഈ ഒരു മെസ്സേജ് നോക്കി M1 എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അതിന്റെ ടൈമിനെ നമ്മൾ ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ഒരു മെസ്സേജ് ഈ ഒരു സെൻഡ് ചെയ്തു, അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ട്, അതായിരിക്കും നമ്മുടെ ടൈം പീരീഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഈവന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്മോളസ്റ്റ് പാർട്ടായിരിക്കും. അതായത് എപ്പോഴേലും ഒരു സമയത്ത് ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഈവന്റുകൾ വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈവന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ജസ്റ്റ് ഒരു എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് M1 ഡോട്ട് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ്, അതുപോലെ M2 ഡോട്ട് മെസ്സേജ് എന്ന് പറയുമ്പോൾ വേറെ ക്ലാസ് അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, ഇവർ തമ്മിൽ മെസ്സേജസ് സെൻഡ് ചെയ്യണം. അപ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് സെൻഡ് ഈവന്റ് ഒരു ക്രിയേറ്റ് ആവുന്ന ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ റിസീവ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു മെസ്സേജ് റിസീവ് എന്ന് പറഞ്ഞ ഒരു ഈവന്റ് കൂടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഡയഗ്രാം ഓഫ് എ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം. ഇവിടുത്തെ കേസിൽ നമ്മൾ ഒരു റെയിൽവേ റിസർവേഷൻ നമുക്ക് ടിക്കറ്റ് റെയിൽവേയിൽ എങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഡയഗ്രാം വരയ്ക്കാൻ സാധിക്കും. ഇതിന് നമുക്ക് യൂസ് കേസ് ഡയഗ്രാം ഒക്കെ നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ
അല്ലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പാസഞ്ചർ വേണം, അതുപോലെ തന്നെ റെയിൽവേയുടെ ഒരു ക്ലർക്ക് ഉണ്ടായിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ. മെയിൻ അതുപോലെ തന്നെ റെയിൽവേയുടെ ഡാറ്റാബേസും കാണും. ഇപ്പോൾ IRCTC എടുക്കുവാണെങ്കിൽ, ഇന്ത്യൻ റെയിൽവേ ഗാരൻറ്റി സർവീസ് എടുക്കുവാണെങ്കിൽ IRCTC ആയിരിക്കും അവരുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. പാസഞ്ചർ എന്ത് ചെയ്തു, ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് എന്ത് ഈവൻ്റ് ആണ് നടത്തുക റിക്വസ്റ്റ് ചെയ്യണം. റെയിൽവേ ക്ലർക്കിന് വേണ്ടി ഒരു ഫോം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഫോം എടുത്തു, ആ ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് നടത്തി ഒരു മെസ്സേജ് അങ്ങോട്ട് സെൻഡ് ചെയ്തു. വൺസ് ദ മെസ്സേജ് ഈസ് ബീങ് റിസീവ്ഡ്, റെയിൽവേ ക്ലർക്ക് എന്ത് ചെയ്യും, ആ ഒരു റിസർവേഷൻ ഫോം തിരിച്ചു കൊടുക്കുന്നു, റിട്ടേൺ ആയിട്ട് മെസ്സേജ് കൊടുക്കുന്നു. അത് പാസഞ്ചർ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ഫോം കൊടുത്തു. ആ ഫോം ഫില്ല് ചെയ്ത ഫോമിന് എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റാബേസിൻ്റെ അകത്ത്, അത് IRCTCയുടെ സൈറ്റിൻ്റെ അകത്ത് ആ ഒരു റെയിൽവേ ഒഫീഷ്യൽ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് ട്രിഗർ ചെയ്തു, ആ ഒരു ഈവൻറ്റ് ഇവിടെ ഹാപ്പൻ ചെയ്തു. അതിനുശേഷം ആ ഒരു അപ്ഡേറ്റ് നടത്തിയതിന് ശേഷം എന്തെടുക്കും, ആ ടിക്കറ്റ് നമ്മുടെ പാസഞ്ചറിന് ഇഷ്യൂ ചെയ്തു. ടിക്കറ്റ് കിട്ടിയതിന് ശേഷം പാസഞ്ചർ എന്ത് ചെയ്യുന്നു, പണി പേ ചെയ്യുന്നു, നമ്മുടെ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നു. ഇതൊരു ആക്ടിവേഷൻ ബാറാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടത് ഒരു ആക്ടിവേഷൻ ബാറാണ്. ടോപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ലൈഫ് ലൈൻ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ഓരോ മെസ്സേജസിനെ ആയിരിക്കും നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ഡയഗ്രം നമ്മൾ ഡ്രോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സീക്വൻസ് ഡയഗ്രം വരയ്ക്കുന്നത്, ഏത് UML ഡയഗ്രം യൂസ് കേസ് ഡയഗ്രാംസ് വരയ്ക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ്ലി എന്ന് പറയുന്ന ഒരു വെബ് ബേസ്ഡ് ടൂൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ക്രിയേറ്റ്ലി. ഇത് ഫ്രീ ആയിട്ട് ഒരു ടൂളാണ്. ഇത് ഇസ് വർക്കിംഗ് ഇസ് ഓൺലൈൻ ആസ് വെൽ ആസ് ഇൻ ഓഫ്ലൈൻ. ഓൺലൈൻ മോഡിലും ഓഫ്ലൈൻ മോഡിലും നമുക്കിത് വരയ്ക്കാൻ സാധിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ഉണ്ട്, വെബ് ആപ്ലിക്കേഷനും ഉണ്ട്. ക്രിയേറ്റ്ലി വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള UML ഡയഗ്രാംസ്, 9 രീതിയിലുള്ള UML ഡയഗ്രാംസോ അല്ലെങ്കിൽ നമുക്ക് ഫ്ലോ ചാർട്ടോ ഗാങ് ചാർട്ടോ ഏത് ഡയഗ്രാംസ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്. ഇതിന് ലിങ്ക് കൂടെ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡയഗ്രാംസ് വേലിയുടെ ഒരു സൈറ്റിൻ്റെ സൈറ്റാണത്. പിന്നെ നമുക്കൊരു ഓൺലൈൻ എക്സാം സിസ്റ്റത്തിൻ്റെ ഒരു സീക്വൻസ് ഡയഗ്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ നമ്മൾ ഒരു ഓൺലൈൻ എക്സാം സിസ്റ്റം നടത്തുമ്പോൾ ഏതൊക്കെ ഒബ്ജക്റ്റ് അല്ലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും, ഒരു അഡ്മിൻ കാണും, എക്സാമിനർ കാണും, സ്റ്റുഡൻറ്റ്, ടെസ്റ്റ് പേപ്പർ കാണും, ഒരു റിസൾട്ട് ഉണ്ടാവും, റെസ്പോൺസ് ഉണ്ടാവും. ഇവിടെ ഓരോ എക്സാമിനർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത എന്താണ് പ്രോസസ്സ് നടക്കുന്നത്, ഒരു ഡാഷ് ലൈൻ വെച്ച് റിട്ടേൺ ചെയ്തു. അതേപോലെ മോഡിഫൈ ഓപ്ഷൻസ് ഉണ്ട്, ഗീവ് ചെയ്തു. പല എൻറ്റിറ്റീസ്, അതുപോലെ അഡ്മിൻ്റെ കേസിലാണെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം തന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രത്തിൻ്റെ ആണെങ്കിൽ നമ്മുടെ സൈറ്റിൽ റെയിൽവേയുടെ സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു സീക്വൻസ് ഡയഗ്രാംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് സീക്വൻസ് ഡയഗ്രാം, അതുപോലെ തന്നെ വാട്ട് ആർ ദ ടേംസ് ഇൻ സീക്വൻസ് ഡയഗ്രാം, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെസ്സേജസ് ഇൻ സീക്വൻസ് ഡയഗ്രാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കിയത്. അതുപോലെ ക്രിയേറ്റ്ലി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ധാരാളം സീക്വൻസ് ഡയഗ്രാംസ് അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈൻ ടൂൾസ് അവൈലബിൾ, നമുക്ക് എഡിറ്റ് ചെയ്ത് ഓരോ ഓപ്ഷൻസും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.